പപ്പ എന്നെ കഫേന്ന് ഇങ്ങ് എത്തിച്ചോളും. എടാ പപ്പ എന്ത് വിചാരിക്കും? നിനക്കൊരു ഊബർ എടുത്ത് പോയാ എന്താ? പിന്നെ നീല പറഞ്ഞ നിന്റെ വീട്ടുകാരെന്നെ പൊക്കാനായിട്ട് കുറെ അലവലാദികൾ വിട്ടുണ്ടെന്ന്. ഇനിയിപ്പോ അവരെ വായിച്ചെന്ന് ചാടി കൊടുക്കണ്ടല്ലോ. എന്തിനാണോ പാൻ്റൊക്കെ ഊരിയിട്ട് ഓടിയത്? എടി ഞാൻ നിന്നെ വിളിക്കാം. ഗുഡ് മോർണിംഗ്. ഹായ്. ഈ തൊണ്ടി വെച്ചേ ആ തെണ്ടി എങ്ങനെ പിടിക്കും? അതെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുള്ളി ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു? പ്രേമേട്ടനോ? ആ, പ്രേമേട്ടൻ. പുള്ളി രാവിലെ തന്നെ അടിയിൽ അലമ്പാന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി വിളിച്ചിട്ടുണ്ടേ. അയ്യോ, പ്രേമേട്ടൻ രാവിലെ തന്നെ ഹൈപ്പറായി. ഇല്ല ഞാൻ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സെക്രട്ടറി ഒരു വള്ളിയാ. പിന്നെ നിങ്ങളുടെ ഭാഗത്തിന് പുള്ളി ഇപ്പൊ സ്ഥലത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തപ്പി കണ്ടുപിടിക്കാനുള്ളതൊക്കെ എത്ര മിടം തീർത്തോ. അവനെ കണ്ടുപിടിച്ചേച്ച് നമ്മൾ ഇവിടുന്ന് പോകും. അത് മതി. അതിനൊരു വഴി പറഞ്ഞാടേ. വഴി ഓ, നിങ്ങൾ പറഞ്ഞ ശരിയാ. ഈ പാർക്കിംഗ് സ്റ്റിക്കർ ഈ അപ്പാർട്ട്മെന്റിയാ. ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ആളുടെ ആണെങ്കിൽ അയാൾ ഈ ബിൽഡിങ്ങിൽ തന്നെ കാണും. ആണെങ്കിലല്ല, ആണ്. എനിക്കാ തെളിവ് കിട്ടിയതേ അവൻ്റെ ഈ കൂറ പാൻറ്റീന്ന്. അല്ല, പിന്നെ നേരിട്ട് കണ്ട ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. ഓ, ഫസ്റ്റ് പാർട്ടീസാ. ഞാൻ ഉറക്കളച്ച് നോക്കുമ്പോൾ നിങ്ങളെ കാണാനില്ല. ആകെ ടെൻഷനായി പോയി. നീ അന്ന് അവനെ കണ്ടതല്ലേ? ആരെ? ഹാ, മറ്റേ ടീമിലെ ചെറുക്കനെ നിങ്ങൾ കണ്ടതല്ലേ എന്ന്. അതിന് അപ്പൊ നിങ്ങൾ ഇവിടെ ഇറങ്ങും തപ്പ് കിട്ടണോട് പോവാൻ. പിന്നെ തപ്പം ഒരു മയത്തിലൊക്കെ മതി, അത് മതി. നമ്മൾ ഇന്ന് തന്നെ 3 എണ്ണത്തിനെയും പൊക്കുന്നു. ജോസ് ഏട്ടന്റെ മുന്നിൽ ഇട്ടോളൂ. എത്ര മേൻ ചാള മേടിച്ച് വീട്ടിൽ പോകും. ആരുടെ മുന്നിൽ? മേച്ചേരി ജോസ് ഏട്ടൻ്റെ. എന്തിന്? ഹാ, അച്ഛൻ്റെ വീട്ടിൽ നിന്നല്ലേ അമ്മ പെണ്ണിനെ അടിച്ചോണ്ടോ നോക്കിയത്? അവന്മാര് അത് നമുക്ക് നോക്കാം. പിന്നെ ഈ ഫ്ലാറ്റ് തന്നെ ആവണമെന്നില്ല കേട്ടോ. അതന്നെ. അല്ല, ഈ ഒരേ പാർക്കിംഗ് സ്റ്റിക്കറിൽ പല ഫ്ലാറ്റിനെ അടിച്ചെടുക്കുന്ന ഒരു പ്രവണത ഈ ഏരിയയുടെ ഇവിടെ കണ്ടുവരുന്നുണ്ട്. അതൊരു വല്ലാത്ത പ്രവണതയായി പോയി. അങ്ങനെയൊന്നുമില്ല ബബീഷേട്ടാ. നമ്മൾ ഇതിലൊന്നും ഡിസ്ട്രാക്റ്റഡ് ആവാൻ പാടില്ല. നമ്മൾ അവനെ ഇവിടുന്ന് തന്നെ തപ്പുന്നു, പൊക്കുന്നു, പോകുന്നു. പ്രേമേട്ടാ വെക്കോ ചേട്ടാ കൂളി ഗ്ലാസ് വെച്ച് കഴിഞ്ഞു. ഞാൻ ഇവിടെ എവിടെയെങ്കിലും സ്ഥിരതാമസം ആക്കിയല്ലോ എന്ന് ആലോചിക്കുക. വീട്ടിൽ ഇനി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്ത് പറ്റി? അതെ, വീട്ടില് പാന്റും കൊണ്ടൊരു ടീം വന്നിരിപ്പില്ലേ. പാന്റ് ഇവന്റെ ആണെങ്കിൽ നക്ഷത്ര പോലെ അനുസരിച്ച് അടി എനിക്കാ. അതിന് നിങ്ങളാന്ന് അവർക്ക് അറിഞ്ഞൂടല്ലോ. അവരെ കൂട്ടത്തിൽ മൂക്കിൽ റിഫ്ലക്ടർ ഒട്ടിച്ച് ഒരുത്തനുണ്ട്. അവൻ എന്തായാലും എന്നെ കണ്ടു കാണും. എടാ, അവനൊന്നും കണ്ടു കാണൂലേ, ഇരുട്ടായിരുന്നില്ലേ? സൗര സമാധാനിപ്പിക്കുന്നതൊക്കെ നല്ല പരിപാടിയാ. പക്ഷെ എന്റെ സാഹചര്യം കൂടെ നോക്കണ്ടേ. നിന്റെ അടുത്ത് അവ എന്താ പറഞ്ഞേ? സെറയുടെ പപ്പയെ പിക്കുകയല്ലേ, നീ പോയി പിക്കി. പപ്പേ? ആ സേരയുടെ പപ്പ. അയാള് കുറ്റിയും പറിച്ചോണ്ട് വന്നിട്ടുണ്ട്. അതിന് ഇനി എന്ത് സ്കീമാണോ നോക്കിയിട്ട് വരാം. സാം, എങ്ങോട്ടാണ് സാർ ഇത്ര തിരക്ക് പിടിച്ച്? ഞാൻ പ്രിയ വിളിക്കാതിരിക്കായിരുന്നു. ഒരു വെൽവെറ്റ് മോക്ക ക്യാപ്പച്ചിനോ കുടിക്കാൻ മനസ്സ് പറയുന്നു. പ്രിയക്ക് പ്രിയമുണ്ടെങ്കിൽ പോരുന്നോ എന്റെ കൂടെ? ഓക്കെ, ജസ്റ്റ് 1 സെക്കൻഡ് ഫോൺ എടുത്തിട്ട്. ഓക്കെ. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എങ്ങോട്ടാ? ഒരു ചായ കുടിക്കാൻ. ബോബിന്റെ മെയിൽ കിട്ടിയിരുന്നോ? ആ, ഓഹോ, അപ്പൊ എസ്കലേഷൻ കിട്ടിയാൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുള്ള വാശിയിലാണോ? പ്രിയ എങ്ങോട്ടാ? ഞാനൊന്ന് സാമിന്റെ ഒപ്പം കോഫി ഷോപ്പ് വരെ. സാമിന് കോഫി വേണ്ടെന്ന് അർജന്റായിട്ടൊരു മെയിൽ അയക്കാണ്ടെന്ന് അല്ലേ സാം? അതെ. അല്ല, പ്രിയ പോലെ കോഫി കുടിക്കാനല്ലേ? ഞാനങ്ങോട്ടോ വാ വാ. ഞാൻ ഡാൻസ് കളിക്കണം എല്ലാവർക്കും നിർബന്ധം. പിന്നെ നമ്മുടെ TV മൊത്തം മാറ്റിയിട്ട് അവിടെ ഒരു LCD സ്ക്രീൻ വെച്ചിട്ട് സ്റ്റെപ്പ് ഇടണമെന്നാണ് ഇവര് പറയുന്നത്. വെൽവെറ്റ് മോക്ക കുടിക്കാനുള്ള പോക്ക നോ അളിയാത്. പപ്പ, ഇത്രയും കാലം ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. ഇനി അവന് മാപ്പില്ല. അവൻ ആ പെണ്ണിനെ കൊണ്ട് ഓൺ സൈറ്റിൽ പോവില്ല. പോവുകയാണേ അത് ഈ സാമായിരിക്കും. എടാ, അപ്പൊ പപ്പയെ പിക്കണ്ടേ? അത് നീ വിൽക്കിയതാ മതി. എടാ, എനിക്ക് അവളുടെ മുഖമൊന്നും ഓർമ്മയില്ല. എടാ, അത് ഫേസ്ബുക്കിൽ കയറി നോക്കിയാൽ മതി. അല്ലെങ്കിൽ തന്നെ കാണാൻ പാകത്തിനൊന്നുമില്ല. അവിടെ ഗതി കെട്ട ഒരാളെ ഉണ്ടാവുള്ളൂ. അത് തന്നെ തന്ത. സർ, ബിൽ. രാവിലെ വന്നിരിക്കാൻ തുടങ്ങിയതാ. ഇതിപ്പോ 5ാമത്തെ ചായ കുടിക്കണേ. ലാപ്ടോപ്പൊക്കെ ഉണ്ടല്ലോ. എന്നാ ഉറപ്പിച്ചോ, അതെവിടെന്നെങ്കിലും മോഷ്ടിച്ചതാവും. അതിനകത്തേക്ക് കയറാൻ തന്നെ സെക്യൂരിറ്റി സമ്മതിക്കുന്നില്ല.
പിന്നെയാ ആളെ കണ്ടുപിടിക്കുന്നത്. ഭായി ഞാനൊരു ഫോട്ടോ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. സഞ്ജീവിന് പറയാൻ ജോയിൻ ചെയ്തൊരു ലേഡിയാണ്. സെപ്പറേറ്റഡ്, സിംഗിൾ ആൻഡ് കരിയർ ഫോക്കസ്ഡ്. ആള് വിചാരിച്ച ചിലപ്പോ ആ ലാപ്ടോപ്പ് ഒന്ന് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സാർ Yes. കാർഡ് ഡിക്ലൈൻഡ് ആണ്. എനി അതർ പേയ്മെന്റ് മെത്തേഡ്? അതെന്റെ സുഹൃത്ത് തരും. ഇവിടെ തന്നെ ഉണ്ട്, ഇപ്പൊ വരും. കുണുക്കിട്ട കോഫി എന്ന് പറഞ്ഞിട്ടൊരു കോഫി കിട്ടും ഇവിടെ. നല്ല അതാണ്. best സാധനാ. വാ. ഏത്? ആ പോയോര്. അതെ. ഓക്കെ സാർ. കുണുക്കിട്ട കോഫി ഒന്ന് ട്രൈ ചെയ്താലോ? ആ കുഴപ്പമില്ല പല ഫ്ലേവറിൽ കിട്ടും. സാർ മെനു വന്നു. സ്നാക്സ് എന്താ വേണ്ടത്? സാറിന് ഇഷ്ടമുള്ള പറഞ്ഞോളൂ സാർ. ഇവിടെ എങ്ങനെയാണോ എന്താ സാർ? ഓർഡർ എടുക്കുന്നതിന് മുമ്പ് ബില്ലാണോ തരുന്നത്? അല്ല, ആ സാറ് തരാൻ പറഞ്ഞു. സാറ്? ആ സാറ്. ഞാൻ ചോദിച്ചിട്ട് വരാം. ഹലോ സാർ, ഈ 5 ചായയുടെ കാശ് മാത്രം കൊടുത്താൽ മതിയോ അതോ വൈകിട്ട് കഴിക്കാനുള്ള ബിരിയാണിയുടെ കാശും കൂടി ഞാൻ കൊടുക്കണോ? സോറി, എൻ്റെ ഒരു സുഹൃത്ത് എന്നെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അയാളെന്നാ വിചാരിച്ച്. ഓഹോ ഹോ ഹോ ഹോ, ആള് മാറിയതാണല്ലേ. അപ്പൊ എനിക്കിത് ഇവിടെ വയ്ക്കാലോ? അല്ലെങ്കിലും സതീഷിനെ ഓൺ സൈറ്റ് വിടാൻ പേഴ്സണലി എനിക്കത്ര താല്പര്യം ഉണ്ടാവില്ല, എനിക്കറിയാം. സാം, കീപ് ദിസ് ബിറ്റ്വീൻ അസ്. ഓക്കെ. കഴിഞ്ഞ 2 ക്വാർട്ടറിലെ റവന്യൂ സാമിന് അറിയാലോ. വി നീഡ് ടു ഹാവ് എ ഫ്യൂ മോർ ആക്റ്റീവ് അക്കൗണ്ട്സ് വെരി ബാഡ്ലി. എൻ്റെ പൊന്ന് ഗാഗ, അല്ല ഗായത്രി, ഞാനതല്ലേ പറഞ്ഞേ, സതീശൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. എനിക്ക് പോകാൻ പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും ഞാൻ പോയ ചില ഗുണങ്ങളുണ്ട്. എന്തു ഗുണം? അതെ, എനിക്കൊരു അമ്മാവനുണ്ട്. SFOയിൽ പുള്ളി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രൊജക്ട്സ് ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് പുള്ളിയെ ക്യാൻവാസ് ചെയ്ത് കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നോടെ ഇങ്ങോട്ടേക്ക്. ആഹാ, സാമിന് അങ്ങനെ ഒരു അമ്മാവനുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 1-2 കേസ് സ്റ്റഡീസ് ഒന്ന് പിച്ച് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവൻ റിജക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ഭയങ്കര കക്ഷിയാട്ടോ, പരിചയപ്പെട്ട ആളാ. ഒരുപാട് ഒരു സകലകലാവല്ല, പിന്നെ ഓഫ് റോഡിങ്, പിന്നെ സ്കൂബ ഡൈവിംഗ്, ബഞ്ചി ജമ്പിങ്, കരാട്ടെ, കുങ്ഫു, അങ്ങനെ പുള്ളിക്കില്ലാത്ത ഒരു പരിപാടിയും ഇല്ല. കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. ഒരു എലഗൻ ക്രോണിക് ബാച്ചിലർ, ഗായത്രിയെ പോലെ തന്നെ. സാറിന്റെ ഓർഡർ കൂടി ഉണ്ട് കേട്ടാ. ആ, ഈ പുള്ളി ഇതുവരെ പോയില്ലേ? കാശ് കിട്ടണമെന്ന് തോന്നണില്ല കേട്ടാ. അയാള് ഫ്രോഡാണെന്നാ തോന്നുന്നേ. കണ്ടിട്ടൊരു ഫ്രോഡാടോ, പിടിച്ച് പോലീസിൽ ഏൽപ്പിക്ക്. പിന്നെ അല്ലാതെ Tú me tienes en altura, baby, tú me subes temperatura. Yo no quiero perderte, yo no quiero perderte, dame അങ്കിളെ, ഇയാളെന്നെ ഞാനിപ്പം വൈകിപ്പോയി. അയച്ചിട്ടുണ്ട്. പോവാം. അങ്കിൾ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? എനിക്ക് അങ്കിൾ ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ സാർക്ക് ഇത്ര പൊക്കമില്ലല്ലോ. ആൻറ്റി പൊക്കം കുറവാണല്ലേ.